ഹലോ ഗായ്സ്, ഞാനിങ്ങനെ അങ്ങനെ അവിഹിത കഥകളൊന്നും കേട്ടിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് ഇവിടെ നമ്മുടെ സജ്ന ഫിറോസ് എന്നാണ് നമ്മുടെ വായിൽ വരുന്നത്. കാരണം ബിഗ് ബോസ് സീസൺ 2 നമ്മൾ അങ്ങനെയാണ് ഇവരെ പരിചയപ്പെട്ടത്. ഫിറോസിൻ്റെ വൈഫ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സീസൺ 2 ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഒരു കപ്പിൾ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഈ സജിനയും ഫിറോസും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പറഞ്ഞു ഫിറോസ് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് പേഴ്സണാണ്, എങ്ങനെ ഫിറോസിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കമൻറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സജിനയെ കുറിച്ചിട്ട് ഒരു അലിഗേഷൻ അല്ല, അവിഹിതം, പച്ച അവിഹിതം, നാണവും മാനവും ഉളുപ്പുമില്ലാത്ത ഒരു ജന്മമാണെന്ന് നാട്ടുകാർക്ക് സ്വയം ബോധ്യപ്പെടുത്തി കൊടുത്ത മഹതി എന്നാണ് ആ സ്ത്രീ എനിക്ക് പറയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ കേൾപ്പിക്കാം. ആദ്യം കേൾപ്പിച്ചിട്ട് നമ്മളങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കുന്ന ആളല്ല. ഇതെന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചാൽ ഇവർ വി ഡി സതീശൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ എൻ്റെ മുന്നിൽ കൂടെ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും എന്നിട്ട് ആ ഫോട്ടോയുടെ താഴെ എൻ്റെ സഹോദരനാണ്, എൻ്റെ സങ്കടങ്ങൾ കേട്ടു, എൻ്റെ കണ്ണുനീരിൽ എൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെഴുകിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടേക്കുന്നു. ആ പോസ്റ്റ് ഞാൻ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ പോസ്റ്റ് വന്നു. അപ്പോൾ വി ഡി സതീശൻ്റെ ആയിട്ടുള്ള അപ്പോൾ സെലിബ്രിറ്റി, ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതിന് സെലിബ്രിറ്റികൾ മാത്രം ചെന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ ഞാൻ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അറിയാൻ പോയപ്പോൾ ഈ സജിന കുറേ മെഴുകിയിരിക്കുന്ന ഹാക്ക് ചെയ്തെന്നും 9 ആഴ്ചയായ ഗർഭത്തിൻ്റെ ഉത്തരവാദി ഗർഭം അങ്ങനെ ഇല്ലെന്നും ആരണ്ട് ഹാക്ക് ചെയ്ത് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാക്കിയതാണെന്നും റസൂൽ പൂക്കുട്ടിയുമായിട്ട് ബന്ധമായിട്ട് ഞാൻ ഒരു ബന്ധവുമില്ല എന്നുമൊക്കെയാണ് സജിന അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വയ്ക്കുന്ന സജിനയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കാനിടയായപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം. കാരണം എല്ലാവരും അത് വീഡിയോ ഇട്ട്, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ കാരണം ഇതിൻ്റെ അകത്ത് പ്രമുഖരായ പല ആൾക്കാരെയും എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്ത് ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ പക്ഷേ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ 3ാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനുള്ള പ്രിക്കോഷൻസ് എടുത്തു തന്നെ. അല്ല പിന്നെ അപ്പോൾ ഇത് റസൂൽ പൂക്കുട്ടിയും നമ്മുടെ സജിന നൂറ് ഫിറോസിനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. കാരണം ഫിറോസിൽ നിന്ന് ഒരുപാട് അണുങ്ങളുടെ കയ്യിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് സജിന പോയി എന്നുള്ളതാണ് നമുക്ക് ഈ തെളിവുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി പാവപ്പെട്ട ഫിറോസ് എന്ന് പറയത്തില്ല, അതിവിവാഹം കഴിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും അയാളുടെ ലൈഫിൽ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ എന്നാൽ ഇവളെ കൂടെ ജീവിച്ചതിന് ശേഷം ഒരുവിധം മാന്യമായിട്ടാണ് അയാൾ ജീവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഫിറോസിൻ്റെ പേര് ഇനി അവിടെ ഇവളുടെ പേരിൻ്റെ കൂടെ പരാമർശിച്ചാൽ നമുക്ക് തന്നെ ഒരു ഉളുപ്പില്ലായ്മയായി പോകും അല്ലേ. അപ്പം ഇവളുടെ ഈ കഥകളാണ് റസൂൽ പൂക്കുട്ടി, നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ, ഈ ഫോണിൽ കൂടെയുള്ള സംഭാഷണമാണ് നമ്മളിത് ആദ്യം കേട്ടത്. അപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ കാതലായുടെ കാര്യം കുറച്ച് നാളിന് മുമ്പേ ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ 9 ആഴ്ച പ്രഗ്നൻ്റ് ആണെന്നും അത് റസൂൽ പൂക്കുട്ടിയുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയും അതൊരു ഹണി ട്രാപ്പിൻ്റെ ഓരോ രീതിയിലാണ് നമുക്കത് ഫീൽ ചെയ്തത്. അതിനുശേഷം കുറച്ച് ദിവസം മുമ്പ് സജിന വന്നിട്ട് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്, എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും കള്ളി എന്ന് പറഞ്ഞാൽ പെരും കള്ളിയായിട്ടുള്ള ഒരു വ്യക്തി ഇത്രമാത്രം ഈ ജനങ്ങളുടെ സ്വന്തമായിട്ട് നമ്മളെ ഒരാൾ ഇഷ്ടപ്പെട്ട് നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 55K സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ട്. എന്നെ അവർ ഫോളോ ചെയ്ത് എന്തുകൊണ്ടാണ്? എന്നെ വിശ്വാസത്തിൽ, എന്നെ ട്രസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്, അല്ലെങ്കിൽ അവർക്കൊരു ഇൻസ്പയർ ആണ്, ഞാൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആളാണ് എന്ന് കണ്ടിട്ടല്ല ഇനി 55K ആണ് എനിക്കുള്ളത്. ഈ 55,000 ആൾക്കാർ എന്നെ ഫോളോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മളെ ഫോളോ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ 1% മിനിമം 1% ട്രസ്റ്റ് കാണിക്കണ്ടേ? ഇത്രയും കള്ളിയും ഫ്രോഡും ഇത്രയും വൃത്തികെട്ട ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീയാണ് എന്ന് ഇവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ ഈ വീഡിയോ ഇട്ടത്. കാരണം ഇതിന് ശേഷം നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി തകർന്നു പോകും പൊന്നെ. 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് ഈ നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം
കഥ ഇതാണ്. എന്നോട് ചിലർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസുകളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് കുഞ്ഞു ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പല രീതികളുടെ അഭിനയം, കരഞ്ഞ് അഭിനയിക്കുന്നില്ല. ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവിടെ നിർത്താം, എനിക്ക് അങ്ങനെ ബേഡൻ തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്ത് ഒരു 2-3 ഇങ്ങനെ ടക്ക് 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ, ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു 5-6 മാസം കഴിഞ്ഞു. അപ്പോൾ ഇത് ഫിറോസ് വീഡിയോ ഇട്ടപ്പോഴാണ് നമ്മൾ തരുന്നത്. ഈ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ആൾ ഇതുവരെ ഈ വ്യക്തമായ കാരണങ്ങളും റീസൺസും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം ഇവർ ഇതേ കണക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എൻ്റെ ഹാക്ക് ചെയ്ത് അതിൻ്റെ ഹാക്കിൻ്റെ കാരണക്കാരനെ എനിക്കറിയാം, മറ്റേതാണ് മറിച്ചേതാണ്. പിന്നെ അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ഇവരുടെ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഫിറോസിനെതിരെ കേസ് കൊടുക്കണം, ഉടനെ തന്നെ കേസ് ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ VD സതീഷിനെ കാണാൻ പോകുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഫിറോസിന് ഇത് പുറത്ത് പറയേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇവരെ ഒന്നും പേഴ്സണലി യാതൊരു തരത്തിലുള്ള പരിചയമില്ല. പക്ഷേ പരിചയമുള്ള കുറേ ആൾക്കാരുടെ പേരുകൾ ഇവിടെ പരാമർശിച്ചു കേട്ടോ. അപ്പോൾ അത് ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ അങ്ങനെ ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫിറോസ് ഫോൺ പരിശോധിച്ചപ്പോൾ 6 മാസം മുമ്പ് തൊട്ടേ നിയാസ് വീട്ടിനടുത്ത് താമസിക്കുന്ന ഒരുത്തനുമായിട്ട് ഇവൾ ആദ്യം ബിഗ് ബോസിൽ വന്നപ്പോൾ പറഞ്ഞത് ഇവൾ കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ട് താമസിച്ചുകൊണ്ട് ഭർത്താവ് വളരെ മോശക്കാരനായതുകൊണ്ട് ഇവൾ കിണറ്റിൽ ചാടാൻ ഭാവിച്ചപ്പോൾ ഇവൾ ആ കുട്ടിയെ അവളുടെ മകളെയും കൊണ്ട് കിണറ്റിൽ ചാടാൻ ഭാവിച്ചപ്പോൾ ഈ ഫിറോസ് വന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ഫിറോസിക്കാടെ കൂടെ ഞാൻ കൂടിയത് എന്നുള്ളൊരു കഥയാണ് നമ്മൾ കേട്ടത്. നിങ്ങളും കേട്ട് കാണും, ഞാനും അങ്ങനെയാണ് കേട്ടത് കേട്ടോ. ഒരു ഹൗസിൽ പറഞ്ഞാണ്, ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവൻ രക്ഷിച്ചതാണ് എൻ്റെ ഇക്കാന്ന്. പക്ഷേ ഇവൾ ഫിറോസിനെ കാണുന്നതിന് മുമ്പ് തന്നെ വേറെ ഒരു പലവന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ചാറ്റാണ്. അവൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് രണ്ടാമത് ഇവരുടെ മകൻ ഉണ്ടാകുന്നതിന് മുൻപ് കണ്ടുപിടിച്ച കാര്യമാണ് ഇപ്പോൾ ഫിറോസ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവൾ അന്ന് തൊട്ടേ അതിനുശേഷം അവളത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ വരവ് ഇവൾക്ക് ആത്മഹത്യാ ഭീഷണി മുഴക്കലാണ് ഇവളുടെ ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ. ഞാനങ്ങ് ചത്ത് കളയും, ആത്മഹത്യാ ഭീഷണി മുഴക്കുക. പിന്നെ അത് കഴിഞ്ഞ് അവൻ പറയുന്നുണ്ട് ഈ മൂത്ത പെൺകുട്ടിയെ വെച്ചിട്ട് പോക്സോ കേസിൽ ഇവനെ അകത്താക്കും, ഫിറോസിനെ അകത്താക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ കൂടുതൽ കാര്യങ്ങളിലൊന്നും ഇടപെട്ടില്ല എന്നും അവൻ പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് 2 വയസ്സായി. അതിനുശേഷം കുഞ്ഞായ കാര്യമാണ് പറയുന്നത്. താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഒരു സിനിമയുമായി ഈ ആൽബങ്ങൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രണ്ടാമത്തെ കഥ കേട്ടോ. അതിനു മുമ്പ് ഒരുപാട് കഥകളുണ്ട്, നമ്മളെ ഓരോന്നോരോന്നായി പറഞ്ഞു വരുവാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിന്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങൾ വീടോട്ട് നല്ല അടുപ്പമായി ഈ 2 പേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ ഈ ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരോട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, മലപ്പുറം പുതുക്കാട് എന്നുള്ള സ്ഥലത്ത് ആൽബത്തിന്റെ മറവിലാണല്ലോ പോകുന്നപ്പോൾ ഒരു ആൽബത്തിന്റെ സെക്സ് വർക്ക് എല്ലാം നടക്കുന്നത്. നമുക്കറിയാം ഇവര് വരുന്നു ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അങ്ങനെ സജന വരുന്നു. ഞാൻ ഈ മൊബൈലിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന ആദ്യം ഒന്നും കണ്ടില്ല. പക്ഷെ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരി എന്നാണ് അവൻ്റെ ഇരിക്കും. എൻ്റെ ഫിറോസെ, ഞാൻ ഫിറോസിനോട് പറയുകയാണ്, ഇതൊക്കെ പ്രണയമല്ല. ഫിറോസ് ഓരോരുത്തരെയും പിടിക്കുമ്പോഴും ഓരോരുത്തരുമായിട്ടുള്ള അവിഹിതം കണ്ടുപിടിക്കുമ്പോഴും ഇത് പ്രണയമാണ്, ഒരു പ്രണയത്തിലാകുന്നു എന്നാണ് നമ്മുടെ ഫിറോസ് ഖാൻ പറയുന്നത്. പക്ഷെ ഇത് പ്രണയമല്ല, ഇത് കാമം. പച്ചയ്ക്ക് പറഞ്ഞ കാമം. അവളെ ഇത് മാറ്റേണ്ട സമയം. അതിനപ്പം ഞാൻ എന്താ പറയുക, ഞാൻ ഇതിലൊക്കെ വന്നിട്ട് മോശം സോഷ്യൽ മീഡിയ വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ പറയണത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. അതിന്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ, ഇനി അടുത്ത പ്രൊഡ്യൂസർ കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിന്റെ പ്രൊഡ്യൂസർ, നജീം കല്ലറ. ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്നവരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഈ ആൽബത്തിന്റെ മറവിലെല്ലാം നടക്കുന്നത്. പെൺവാണി പോവും,
അദ്ദേഹം തന്നെ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നതാണ് മറ്റേ ഭയങ്കര സാധനങ്ങൾ. അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്നവരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവൻ എന്തോ ഇവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവന് ആരുമില്ല ഇവന്, അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അവൻ്റെ അടുത്തത് പിന്നെ പ്രൊഡ്യൂസർ. അപ്പോൾ ആദ്യം നിയാസ് എന്ന് പറയുന്ന വീടിനടുത്തുള്ള ഒരുത്തനായിരുന്നു. അവനുമായിട്ടുള്ള എല്ലാം കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഇവൾ ആത്മഹത്യ ഭീഷണി മുഴക്കി, ബ്ലേഡ് കൊണ്ട് പിന്നെ കൈ പോന്തി. അതിനുശേഷം പിന്നീട് അവൻ ക്ഷമിച്ച് കൂടെ കൂട്ടി. അതിനുശേഷം പിന്നീട് ഒരു ആൽബം എന്നും പറഞ്ഞ് ഡയറക്ടറുടെ കൂടെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ശേഷം അത് കണ്ടുപിടിച്ചു. പിന്നെ അവൾ ഇനി കുഴപ്പമൊന്നുമില്ല ചെയ്യത്തില്ലെന്നും പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊഡ്യൂസറിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പം 3 ആയി ഇപ്പം തന്നെ. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അതൊരിൻ്റെ വീഡിയോ കയറി വന്നു. കുഞ്ഞിന് 2 വയസ്സായി. കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഒരു സിനിമയുമായി ഈ അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ആ വീഡിയോ ഫിറോസ് ഇട്ടിട്ടുണ്ട്. ഒളിച്ചോടി പോകുന്നതും ഹോട്ടലിലിരുന്നിട്ട് പിന്നെ എന്താ പറയുക ഹോട്ടലിലിരുന്നിട്ട് എഗ്രിമെൻ്റ് എഴുതുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഫിറോസുമായിട്ട് ഇനി ഒരിക്കലും ജീവിക്കത്തില്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതാണെന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. ഈ വൃത്തിയട്ട ഉളുപ്പില്ലാത്ത ജന്മം. എനിക്ക് നാണമില്ലേ, 2 മക്കളുണ്ട്, നാട്ടുകാരുണ്ട്. ഇവളെയൊക്കെ വീണ്ടും ഈ ഇൻഡസ്ട്രിയിൽ നിർത്തുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അതുമല്ല ഇവളെയൊക്കെ വീണ്ടും ഇതേ കണക്കുള്ള രംഗത്ത്, ഈ കലാപരമായ രംഗത്ത് വീണ്ടും ഇവളെയൊക്കെ വിളിക്കുന്നവന്മാർ അത്രമാത്രം വൃത്തികെട്ടവന്മാരാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവാണ് കേട്ടോ. കാരണം എല്ലാ ഫീൽഡിലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളെയൊക്കെ വീണ്ടും വിളിക്കാൻ ഉളുപ്പില്ലാത്തവന്മാരുണ്ടല്ലോ, അവന്മാരെയും നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അയച്ച ആ വീഡിയോ ആണ്, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും അത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ചെയ്യേണ്ടത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. പറ്റണ്ട. എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എന്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, ഇനി എന്തെങ്കിലും ഇവളാ ചിരി കേൾക്കുമ്പോഴുണ്ടല്ലോ അവിടെ മുഖം പിടിച്ചു വെച്ച് ഈ ഭയങ്കര ചരലുണ്ടല്ലോ, കല്ല് പാറ അല്ലെങ്കിൽ ചരട് വെച്ച് ഉരയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഉളുപ്പില്ലാത്ത വൃത്തികെട്ട കൂതറ പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടല്ലോ, വിലസുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവർക്കൊക്കെ ധൈര്യമായിട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോകുന്നു, അവിടെ പോകുന്നു. ഇത്രയും ഉളുപ്പില്ലാത്ത ഇവർക്കൊക്കെ എന്ത് പറയുന്നത്, നാണോ മന, ഇവിടെയൊക്കെ മുളകരച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നെ പറയാണ്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്, മുളക് അരച്ച് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും എനിക്ക് ഇതിനപ്പുറത്തെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ തന്നെ പറയാം. ബിഗ് ബോസ് കഴിഞ്ഞ് വന്നത്, ബിഗ് ബോസിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇത്രയും കേട്ടോ. നമ്മുടെ ബിഗ് ബോസിൽ ഇവിടെ പൊക്കി പിടിച്ചത് ഈശ്വരാ. നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഒരു ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസർ കുത്തുവാള എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്കാ ഫ്ലോറാണ്. ഓരോ പടങ്ങളുടെ ട്രയലർ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും അവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിൽ ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ
ഇതിപ്പോൾ ഇതാണ് RS വിമൽ. ഇന്നു നിൻ്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ RS വിമൽ. അയാൾ ഈ ഒരു മൂവി മാത്രമേ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ വ്യക്തിയെ എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ ഈ വ്യക്തിയെ പരിചയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പരിചയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ഓണർ വഴി നമുക്ക് ഇയാളെ പരിചയപ്പെട്ട്, അപ്പോൾ സിനിമയിലൊക്കെ ഇന്ന് നിൻ്റെ മൊയ്തീൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മൂവിയാണല്ലോ, അപ്പോൾ അഭിനയിക്കാം. പിന്നെ അതുമല്ല, ഞാൻ ലീഗൽ അഡ്വൈസറായിട്ട് പല കമ്പനികളുടെയും പ്രൊഡക്ഷൻ കമ്പനികളുടെയൊക്കെ ലീഗൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്കിള് പറഞ്ഞു, മാഡം ഇങ്ങനെ ഒരു പുള്ളിയുണ്ട്, അപ്പം മാന്യമായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അഞ്ചൂർ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, അവിടുത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, വക്കീലെ നമുക്ക് ലീഗൽ അഡ്വൈസറായിട്ട് നമ്മളൊരു പുതിയ സ്റ്റുഡിയോ തുടങ്ങുന്നു. അപ്പോൾ ഇതിപ്പോൾ 2 വർഷമായതേ ഉള്ളൂ. അതിന് മുമ്പുള്ള കാര്യമാണ് ഇപ്പം ഈ ഫിറോസ് പറയുന്നത്. നേരത്തെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അത് പൊട്ടി പാളീസായിട്ട് പുതിയ ഒരു സ്റ്റുഡിയോ ഇവർ പാപ്പനംകോട് വന്ന് തുടങ്ങി. അപ്പോൾ ആ സ്റ്റുഡിയോയുടെ ലീഗൽ അഡ്വൈസറായിട്ട് നമുക്കൊരാളിനെ വേണം. ഇടയ്ക്ക് മാഡത്തിന് സമയമുള്ളപ്പോൾ മാത്രം ജസ്റ്റ് നമ്മുടെ ഈ ഫയൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു വർക്ക്ഷോപ്പ് നടത്തണം. ഈ ഒരു VFXൻ്റെ സ്റ്റുഡിയോ ആണ്. അപ്പോൾ VFXൻ്റെ ആൾക്കാർ വരുമ്പോൾ മാഡം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് പുറത്ത് നിൻ്റെ കേരളത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റുന്ന സമയത്ത് വരാം, ഞാൻ കോടതി പോകുന്നതുകൊണ്ട് എനിക്കങ്ങനെ എല്ലാ ദിവസവും പറ്റില്ല. അപ്പം മൂവി വരുമ്പം ഞാൻ അഭിനയിക്കാനുള്ള സാധ്യത. ഞാൻ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, മൂവി വരുമ്പോഴാവട്ടെ. ഇപ്പോൾ എന്താണ് വെച്ചാൽ അപ്പം അതിനൊരു സാലറി, അപ്പോൾ എത്ര രൂപയാണ്, നമ്മൾ 50,000 സാലറിയൊക്കെ പറഞ്ഞു. പക്ഷേ ഇയാൾ പൊട്ടി പാളീസായി സകലതും കുത്തുവാളയെടുത്ത് സകല വണ്ടിയും ലോണും മറ്റേതും മറിച്ചതും എന്നൊന്നും നമ്മൾ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇയാളെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ കുറച്ച് ഒരു 3-4 ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ പൊട്ടി പാളീസായിരുന്നു. കാരണം അതിൻ്റെ ഓണറൊക്കെ വന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റാണ്, എൻ്റെ കാർഡൊക്കെ കൊടുത്ത് പറഞ്ഞു, മാഡം എന്താ ഇവിടെ വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ മാഡം ഓക്കെ. അപ്പോൾ അവരും അറിയുന്നില്ല, അവർ വിചാരിക്കുന്ന സ്റ്റുഡിയോ. ഞാൻ പറഞ്ഞു നമ്മൾ എൻ്റെ ലീഗൽ അഡ്വൈസറാണ്, പുള്ളി ഒരു മൂവിയൊക്കെ എടുക്കാൻ പോകുന്നത്, അപ്പോൾ പ്രൊഡക്ഷൻ കൂടി പുള്ളി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എന്നെ അവിടെ കൊണ്ടുവിടും, ജസ്റ്റ് നമ്മൾ 1-2-3 മണിക്കൂർ അവിടെ ചിലവഴിക്കും, എന്നിട്ട് നമ്മൾ അവിടെ പോകും. അയാൾ വരാറില്ല. അപ്പോൾ അവിടെ നമ്മൾ തന്നെ ഒരു ചേച്ചി, തൂക്കുന്ന ഒരു ചേച്ചീനെ അവിടെ തൂക്കാൻ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു പയ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അപ്പം നമ്മൾ അവിടെ ചെന്നാലും നമ്മളവിടെ ഒറ്റയ്ക്കാണ്, നമുക്കിത് തുറക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഒരു പയ്യനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പയ്യനെ കൊണ്ടുപോയി, ഒരു +2 ഒക്കെ കഴിഞ്ഞ ഒരു കുട്ടി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞ് നമുക്ക് അനിമേഷൻ VFXൻ്റെ ഒരു കോർഡിനേഷൻ പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് കുട്ടികളുടെ വെച്ചിട്ട് നമുക്കൊരു ഷോയല്ല, അതിനൊരു വർക്ക്ഷോപ്പ് പോലെ കണ്ടക്ട് ചെയ്യണം. 4-5 വരെ ക്ലാസ് എടുക്കാൻ വിളിക്കും. അപ്പോൾ സുബ്രേദോ എന്ന് പറയുന്ന നമ്മുടെ ഹിന്ദിയിലൊക്കെ VFX ചെയ്യുന്ന, അനിമേഷൻ ചെയ്യുന്ന സുബ്രേദോ, അതുപോലെ തന്നെ വിനീത് കുമാർ, അപ്പു ഭട്ടത്തിരി, പിന്നെ അങ്ങനെ കുറേ, പിന്നെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റ്, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ പ്രസ് ക്ലബ്ബിലുള്ളവർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം എന്നെ അറിയാം. RS വിമലിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയും ഇട്ടിട്ടുണ്ട്. അന്ന് ആ കോർഡിനേഷൻ, ആ പ്രോഗ്രാം നടത്തിയതിൻ്റെ നമ്മളാണ് ആ കോർഡിനേഷൻ നടത്തിയത്. അപ്പോൾ അതിനുശേഷം പിന്നീട് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് പൊട്ടിപ്പോയി. ബാങ്കുകാർ അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ വന്നു. ICICI ബാങ്കിൽ നിന്ന് ഇയാളുടെ വണ്ടിയുടെ ബുക്ക്, ഇയാൾക്ക് ഒരു റേഞ്ച് റോവറാണെന്ന് തോന്നുന്നു, ആ വണ്ടി EMI അടച്ചിട്ടില്ല എന്നും പറഞ്ഞാൽ അവർ കുറേ നാളായിട്ട് മുടങ്ങി കിടക്കുവാണ് എന്നും പറഞ്ഞിട്ട് ഈ സ്റ്റുഡിയോയിൽ തിരക്കി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുഴപ്പമുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു കോർഡിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് കാശ് ചിലവാക്കിയത് ഞാനാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണ്. ഇപ്പോൾ കാരണം പുള്ളി എന്തുകൊണ്ടാണ് അങ്ങനെ കാശില്ല, പുള്ളി പറഞ്ഞു എനിക്ക് ഗൂഗിൾ പേ വർക്കാവുന്നില്ല, എനിക്ക് അത് വർക്കാവുന്നില്ല, ഇത് വർക്കാവുന്നില്ല എന്നും പറഞ്ഞാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ക്യാഷ് ചിലവാക്കിച്ചത്. അപ്പം നമ്മൾ ഇദ്ദേഹം വലിയ സ്റ്റുഡിയോയും വലിയ സംഭവമില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ലടി, പുള്ളിക്ക് എന്തെങ്കിലും വർക്ക് ആവാത്തായിരിക്കും, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ പുള്ളി പൊട്ടി പാളീസായി നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വെച്ചിട്ട് ഈ VFXൻ്റെ കുറേ സ്റ്റുഡൻസിനെ വെച്ചിട്ട് അങ്ങനെ അവരെ കയ്യിൽ നിന്ന് ഫീസൊക്കെ വാങ്ങിച്ച് പൈസ അടിച്ച് മാറ്റാനുള്ള ശ്രമം ആയിരുന്നിരിക്കാം എന്നെനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇയാളെ പരിചയം. പിന്നെ അതിനുശേഷം നമ്മൾ പോയില്ല, എന്നാലും ഇടയ്ക്ക് എന്തൊക്കെയുണ്ട് വക്കീലെ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. പക്ഷേ ഇയാളെ കുറിച്ചിട്ട് പല 1-2-3 അലിഗേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു പിന്നീട്. അപ്പം